എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്നും ഒരേ രീതിയിൽ സമൂസയൊക്കെ തയ്യാറാക്കി കഴിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു സമൂസയും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കൂ. കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റിയാണ് ഈ മിഠായി സമൂസ. മിഠായിയുടെ ഷേപ്പിലാണ് നമ്മൾ ഈ സമൂസ തയ്യാറാക്കി എടുത്തേക്കുന്നത്. വെജിറ്റബിൾ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസ റെസിപ്പിയാണ് ഇത് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ പുണ്യമാസത്തിൽ നോയമ്പ് തുറ സമയത്ത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സമൂസയൊക്കെ തയ്യാറാക്കി നമുക്ക് ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നതും കൂടിയാണ്. ഒന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ആദ്യം നമുക്ക് ഈ ടോഫി സമൂസ തയ്യാറാക്കി എടുക്കാനുള്ള ഒരു ഷീറ്റ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് മൈദയും അതേ അളവിൽ തന്നെ 1 കപ്പ് ആട്ടയും കൂടിയാണ്, രണ്ടും കൂടെ ഇടകലർത്തിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായിട്ട് വേണമെങ്കിലും ഈ ഒരു സമൂസ തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. 1.5 ടീസ്പൂണോളം കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിലിലാണോ ഫ്രൈ ചെയ്യുന്നത് ആ ഒരു ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇവ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ എള്ളും ഓയിലും എല്ലാം ഈ മൈദയുടെയൊക്കെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു മാറ്റി വയ്ക്കാം. നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ടൈം വരത്തേക്ക് ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മീഡിയം വലുപ്പമുള്ളൊരു സവോള വളരെ പൊടിയായിട്ട് അരിഞ്ഞതും, 1 തണ്ട് കറി ലീഫും, എരിവുള്ള 1 പച്ചമുളകും, 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും, 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതുമാണ് എടുത്തേക്കുന്നത്. ബാക്കി വെജിറ്റബിളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ പറയാം. മസാല വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് പാലിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറി ലീഫും ആ പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് വഴന്നു പോകണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഉള്ളി ഇപ്പോൾ വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നിറമൊന്നും മാറിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും, 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഫ്രോസൺ മട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, 1/4 കപ്പ് അളവിൽ. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റും വളരെ പൊടിയായിട്ട് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. കാരണം ഇതൊന്ന് വെന്ത് കിട്ടുകയും വേണം. ഫ്രോസൺ മട്ടറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ ക്യാരറ്റ് ഞാൻ വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വേവിക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി ക്യാരറ്റൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി ഉടച്ചെടുത്തിരിക്കുന്ന പൊട്ടറ്റോയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം വലുപ്പമുള്ള പൊട്ടറ്റോ പുഴുങ്ങി ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ ഉടച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഉടച്ചുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒട്ടും തന്നെ പീസുകളില്ലാത്ത രീതിയിൽ ഒരു ഫോർക്കോ പൊട്ടറ്റോ മാഷറോ ഉപയോഗിച്ചിട്ട് പൊട്ടറ്റോ ഉടച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ തയ്യാറാക്കാനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഈ ഒരു കൂട്ടിൻ്റെ ചൂടാറി കിട്ടണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലേശം മല്ലിയില ചുവപ്പോടെ അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ചൂടാറിയ ശേഷമാണ് നമ്മൾ സമൂസ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. മസാലക്കൂട്ടിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉരുട്ടിയെടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ സമൂസ തയ്യാറാക്കി എടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമൂസയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ടോഫിയുടെ ഷേപ്പിലുള്ള ഒരു സമൂസയാണ്. നല്ല രീതിയിൽ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നല്ല ഒരു പിടുത്തം തന്നെ കിട്ടുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടി വെച്ച ശേഷമാണ് നമ്മൾ പിന്നീട് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഇനി കുഴച്ചെടുത്തിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം വലുപ്പമുള്ള പൂരി തയ്യാറാക്കി എടുക്കാവുന്ന ആ ഒരു പരുവത്തിലാണ് ഉരുളകളെല്ലാം ഉരുട്ടിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് സാധാരണ പൂരിയൊക്കെ എങ്ങനെയാണ് പരത്തിയെടുക്കുന്നത് ആ ഒരു രീതിയിൽ ഇതൊന്ന് പരത്തിയെടുക്കാം.
ഒരു ചെറിയ പൂരി തയ്യാറാക്കി എടുക്കുന്ന വലുപ്പത്തിൽ ഇതുപോലെ ഷീറ്റ് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മസാല അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുത്ത് 2 സൈഡിൽ നിന്നും ആ മസാല കാണാത്തക്ക രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. മസാല വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ബാക്കി മസാല ഇല്ലാത്ത 2 സൈഡും ഉണ്ടല്ലോ അതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് നല്ല ക്ലോസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ 2 സ്റ്റിക്ക് എടുത്തിട്ട് നമ്മളൊരു ടോഫിയുടെ ഷേപ്പിലാണല്ലോ ഈ സമൂസ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ആ ഫോർക്ക് കൊണ്ട് അമക്കി വെച്ചിരിക്കുന്ന പോർഷൻ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ടോഫി ഷേപ്പിൽ ഈ സമൂസ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ സമൂസ തയ്യാറാക്കി എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും അത്ര ടേസ്റ്റിയാണ്. ഒരു ചെറിയ പൂരിയുടെ വലുപ്പത്തിൽ പരത്തി എടുത്തിട്ട് നീളത്തിൽ നമ്മൾ മസാല ഉരുട്ടിയൂടെ വെച്ച് 2 സൈഡിൽ നിന്ന് ഒന്ന് ക്ലോസ് ചെയ്തെടുത്താൽ മതി. പിന്നെ ആ ബാക്കിയുള്ള പോർഷൻ ഫോർക്ക് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ആ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് 2 സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടോഫി ഷേപ്പിൽ ഈ സമൂസ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നോയമ്പ് തുറ സമയത്തൊക്കെ നമ്മൾ ഗസ്റ്റിനെയൊക്കെ വിളിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ സമൂസ കാണാനായിട്ട്. ടോഫി ഷേപ്പിലാകുമ്പോൾ ഒരു വെറൈറ്റിയും കൂടിയാകും. സമൂസ കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചൂടായ ഓയിലിലോട്ട് ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ. പുറത്തെ ഷീറ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി, കാരണം അകത്തെ മസാലയൊക്കെ നമ്മൾ വഴറ്റിയെടുത്തതാണ്. നമ്മൾ നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് ഒട്ടിച്ചത് കൊണ്ട് ഒട്ടും തന്നെ പൊട്ടിപ്പോവുകയോ അങ്ങനെ ഒന്നുമില്ല. പെർഫെക്റ്റായിട്ട് തന്നെ ഈ മിഠായി സമൂസ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർ ഇനി സമൂസയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള സമൂസയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഒരു സൈഡ് ഏകദേശമായപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും തിരിച്ചും മറിച്ചു പോയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മുറിച്ചെടുക്കേണ്ടതാണ്. ഈ വ്യത്യസ്തമായിട്ടുള്ള സമൂസ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. 2 സൈഡും തിരിച്ചു മറിച്ചു പോയിട്ട് ഈ ഒരു രീതിയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ചെറിയ ചൂടോടുകൂടിയൊക്കെ ചായയുടെ കൂടെ സെർവ് ചെയ്യാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പുറവശം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അകത്ത് ആ മസാലക്കൂട്ടോട് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒട്ടും തന്നെ പൊട്ടിപ്പോവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ടോഫി ഷേപ്പിലല്ലേ നമ്മുടെ സമൂസ ഇരിക്കുന്നത്. ഈ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകല്. നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഈസിയും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.